2022 ഒരു ദിവസം സൺഡേ ആരാധന നടക്കുന്ന, ഒരു ഫെബ്രുവരി മാസത്തിൽ സൺഡേ ആരാധന നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളെ ജയ് ശ്രീരാം വിളിച്ച് ഞങ്ങൾ ആരാധന നടത്തുന്ന സ്ഥലത്തേക്ക് കയറി വരികയും ഞങ്ങളെ വളരെ ബാഡായിട്ട്, വളരെ മോശമായ രീതിയിൽ ഞങ്ങളെ ദേഹോപദ്രവം ചെയ്യുകയും അതുപോലെ ഞങ്ങളെ അവിടെ നിന്ന്, ആ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ അന്നേ ദിവസം തന്നെ ഇറക്കി വിടുകയും ചെയ്തു. മാത്രവുമല്ല, അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ, അതുപോലെ പാട്ടുപുസ്തകങ്ങൾ, സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ ഇവയെല്ലാം വലിച്ചു കീറി കളഞ്ഞു. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയുവാൻ വയ്യാതെ വളരെ വിഷമിച്ച ഒരു സമയമായിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പിറവത്തിനടുത്ത് പെരുവ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ ഐസക്. ഏതാണ്ട് 30-ലധികം വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ, ഡൽഹിയും ഉത്തർപ്രദേശും കേന്ദ്രീകരിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. എന്നാൽ താൻ ആരാധന നടത്തുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില സുവിശേഷി വിരോധികളുടെ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇപ്പോൾ താൻ ഈ പിറവം കേന്ദ്രീകരിച്ച് ഈ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കും. ഈ പ്രിയ കർത്താവിന്റെ ദാസന്റെ അനുഭവ സാക്ഷ്യം തീർച്ചയായും നിങ്ങൾക്ക് വളരെ പ്രയോജനം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. അതോടൊപ്പം പാസ്റ്റർ ഐസക്കിനെ പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏതു സഭയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായി ഞാൻ ഗോസ്പൽ TVക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനായി ഡോക്ടർ സാജു തോമസ് കടന്നു വന്നതു, ഇങ്ങനെ ഒരു അവസരം തന്നതിന് സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയെ കരയേറ്റുകയാണ്. എൻ്റെ പേര് ഐസക് മാത്താങ്കരിയിൽ സാമുവൽ എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പെരുവയ്ക്കടുത്ത് കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായി ഒരു മിനിസ്ട്രി തുടങ്ങിയിരിക്കുകയാണ്. മിനിസ്ട്രിയുടെ പേര് എഫാത്ത ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളതാണ്. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണ് ഉള്ളത്. ഞങ്ങൾ ദീർഘകാലമായി, അതായത് 34 വർഷമായി ഡൽഹി NCR താമസിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുകയാണ്. പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ ഏത് സഭാ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ചതും വളർന്നതും IPC സഭയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കൾ, അതായത് എൻ്റെ പിതാവ് വൈക്കം താലൂക്കിൽ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ആദ്യമായി പെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് MJ സാമുവൽ എന്നാണ്. തൻ്റെ 20ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ചെറുപ്പകാലം മുതലേ മാതാപിതാക്കൾ എന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സഭയിൽ ആരാധനകളിലും മറ്റ് യോഗങ്ങളിലുമെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ സൺഡേ സ്കൂൾ, IPCയുടെ യുവജന പ്രസ്ഥാനമായ PYPA തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യം സൺഡേ സ്കൂൾ പഠിച്ചു. അതിനുശേഷം സൺഡേ സ്കൂൾ അധ്യാപകനായി, പിന്നീട് PYPയുടെ ലോക്കൽ സെക്രട്ടറിയായി, അതുപോലെ ഡിസ്ട്രിക്റ്റിലുമൊക്കെ PYPയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പാസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്ര സഹോദരങ്ങളാണ് നിങ്ങൾ? ഞങ്ങൾ 11 മക്കളാണ്. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. 9 ആണുങ്ങളും 2
പെണ്ണുങ്ങളുമാണ്. അതായത് ഞങ്ങൾ ടോട്ടൽ 11 ആൾ സഹോദരി സഹോദരന്മാരാണ്. അവരുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞോ? അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവരിൽ 2 പേര് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എല്ലാവരും പെന്തക്കോസ്ത് വിശ്വാസത്തിലാണോ? ഞങ്ങളിൽ 2 പേര് ഇപ്പോഴും യഥാർത്ഥമായി പെന്തക്കോസ്ത് വിശ്വാസത്തിലല്ല. ബാക്കിയുള്ളവരെല്ലാം വിശ്വാസത്തിലാണ്. പാസ്റ്റർ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പകാലം മുതലേ സഭയിലും ആരാധനകളിലും മറ്റുമൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ തന്നെ എനിക്ക് പ്രേരണയുണ്ടായി. ഒരു ദിവസം ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കാത്തിരിപ്പ് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നാനപ്പെടണം എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ചെറുപ്പത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ സമർപ്പിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? പാസ്റ്റർക്ക് ഒരു സുവിശേഷകനാകണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ്? സത്യത്തിൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ. കാരണം ഞങ്ങൾ വളരെ താഴ്ന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ഒന്നുമില്ലാത്ത ഒരു ഭവനത്തിൽ നിന്നായിരുന്നു. എൻ്റെ പിതാവ് കർഷക തൊഴിലാളിയായിരുന്നു. കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന പണം അതിലേറിയ പങ്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം കഴിയുന്നത്ര പഠിക്കുക, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക, ഗൾഫിൽ പോകുക, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ട് പോകണം. അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നീട് സുവിശേഷകനാകണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത്? അപ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലപ്പോഴും പ്രവാചകന്മാർ മുഖേനയും അനേക ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ വചനത്തിലൂടെയും ഒക്കെ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്നുള്ള ആഹ്വാനവും പ്രവചനാത്മാവിൽ അനേകർ പ്രവചിക്കുകയുണ്ടായി. പക്ഷേ സാമ്പത്തികമായ ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് പോകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 1989 ജനുവരി 20 ഇവിടെ നിന്ന് ബോംബെക്ക് ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി കടന്നുപോയി അവിടെ അന്തേരിയിലുള്ളതായ സാഖിനാക്കയിൽ രചന സിൽക്ക് മിൽക്ക് എന്ന് പറയുന്ന, രചന സിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ടൈപ്പിസ്റ്റ് കം ക്ലർക്കായിട്ട് ജോലി ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ജോലി ലഭിച്ചു. കുറഞ്ഞ ശമ്പളമായിരുന്നുവെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ പോകവേ 1992 ഡിസംബർ മാസം 6-ാം തീയതി UP-യിൽ ഉണ്ടായ ബാർബറി മസ്ജിദിനെ തകർത്തതിനെ തുടർന്ന് ബോംബെ പട്ടണത്തിൽ വലിയ കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉണ്ടായി. അതായത് ഹിന്ദു മുസ്ലിം വർഗീയ ലഹള ഉണ്ടായി. അത് പോലീസുകാർക്കും ഗവൺമെന്റിനും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു. ഈ ഘട്ടത്തിൽ ഞാൻ ഒരു മലയാളി ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് 3 നേരം ഭക്ഷണം കിട്ടും. അത് ഞങ്ങൾ 300 രൂപ കൊടുത്താൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇങ്ങനെ ബാച്ചിലേഴ്സിൻ്റെ കൂടെ താമസിച്ച് ജോലി ചെയ്യുന്ന സമയത്ത്, അതെ, മാർച്ച് മാസം, അതായത് 1994 മാർച്ച് മാസം 13-ാം തീയതി ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ ഹരികുമാറുമായി ചേർന്ന് രാവിലെ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ലഞ്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് സാവധാനം പോകുന്ന സമയത്ത് സാഖിനാക്കയിൽ പെട്ടെന്ന് വലിയൊരു ജനക്കൂട്ടമുണ്ടായി. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പോലീസുകാർ വെടിവെച്ചു. ആ വെടിവെപ്പിൽ എന്നോടൊപ്പം യാത്ര ചെയ്തു വന്ന ഹരികുമാർ മരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ആൾക്കാര് ബഹളം കൂടി ഞങ്ങൾ അങ്ങും ഇങ്ങും തിരിഞ്ഞു പോയി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 11:30 മണി ആയപ്പോൾ അവിടെ ഒരു ഫോൺ വന്നു. ഇങ്ങനെ ഹരികുമാറിന് മരണം സംഭവിച്ചു എന്നുള്ള ചിന്ത ജീവിതത്തിലുണ്ടായി. അങ്ങനെ അത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ കമ്പനിയിൽ നിന്ന് അവധിയെടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കടന്നു പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഈ മരണസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ അവരുടെ ആചാരക്രമം അനുസരിച്ച് ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്തു. എങ്കിലും അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് സംസാരിച്ചു പോയ വ്യക്തിക്ക് ഇങ്ങനെ വലിയൊരു അപകടമുണ്ടായിരുന്നു. എനിക്ക് ഒരുപക്ഷെങ്കിൽ അത് സംഭവിക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഉറങ്ങാതെ കിടന്നു. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ സമയം ഞാനൊരു ശബ്ദം കേട്ടു. നിന്നെ ഞാൻ വിളിച്ചിരുന്നു, എൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചിട്ട് പല പ്രാവശ്യം അത് കേട്ടിട്ടും കേൾക്കാതെ നീ എന്തുകൊണ്ടാണ് പോയത്? അങ്ങനെ പോയത് കൊണ്ട് നിന്നെ ഈ വലിയൊരു അപകടത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം ഇതാകുന്നു എന്ന് എന്നോട് ആരോ പറയുന്നതായിട്ട് തോന്നി. ഞാൻ വളരെ ഭയത്തോടു കൂടി നോക്കി. ലൈറ്റ് എല്ലാം ഓഫായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് റൂംമേറ്റ്സ് എല്ലാം കിടന്നുറങ്ങുന്നു. പക്ഷേ അതിഭയങ്കരമായ വലിയൊരു വെളിച്ചം ആ റൂമിനുള്ളിൽ പ്രകാശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഈ ശബ്ദം കേട്ടത് എൻ്റെ സർവശക്തനായ എൻ്റെ രക്ഷിതാവായ യേശുവാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ആ ശബ്ദം കേട്ട നിമിഷം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. പല പ്രാവശ്യം അങ്ങയുടെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചുവെങ്കിലും അത് കൈക്കൊള്ളാതെ ഞാൻ നടന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നതെന്ന് സമർപ്പിക്കുകയും ഇനിയുള്ള കാലം ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ ആയിക്കൊള്ളാം എന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിന്നെ കർത്താവിൻ്റെ വിളിയെക്കുറിച്ചും അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചുമുള്ള വിവിധ ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബോംബെ പട്ടണം വിടണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഏറെ താമസിക്കാതെ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ സഹോദരൻ ഡൽഹിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് ഈ സംഭവങ്ങളെല്ലാം സഹോദരനോട് പറഞ്ഞു. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കർത്താവിൻ്റെ വേല ചെയ്യും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, നിനക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? സുവിശേഷ വേലയ്ക്ക് പോയാൽ അത് എങ്ങനെയായിരിക്കും? നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണം. അതുകൊണ്ട് അതൊന്നും നീ മുഖവിലക്കെടുക്കേണ്ട. അതുകൊണ്ട് എവിടെയെങ്കിലും മറ്റൊരു ജോലി ഡൽഹിയിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുകയും പലരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ആ ഭയാനകമായ ചിന്തകളൊക്കെ മാറി. ഞാനും ചിന്തിച്ചു, മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാലോ? അങ്ങനെ ഗാസിയാബാദ് UP-യിലുള്ള ഗാസിയാബാദിൽ സൈറ്റ് 4 ആദർശ് സിമെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എനിക്ക് ടൈപ്പിസ്റ്റായിട്ട് ജോലി ലഭിച്ചു. അങ്ങനെ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർ ധാരാളം ജോലി, ടൈപ്പ് ചെയ്യുവാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു ദിവസം താൻ നേരത്തെ പോവുകയുണ്ടായി. അങ്ങനെ ഓഫീസ് സമയമായപ്പോൾ ഓരോരുത്തരും കടന്നുപോയി. പക്ഷേ വർക്ക് ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പോകുവാൻ കഴിഞ്ഞില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ വർക്ക് മുഴുവനും ചെയ്തു വയ്ക്കണം, പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ തനിച്ചിരുന്ന് വളരെ തിടുക്കത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിയൂണ് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ചായ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹവും പോയി. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു, നിനക്ക് എന്താണ് ഇവിടെ കാര്യം?
അത് ഞാൻ സമീപത്തെല്ലാം നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് തന്നെ തോന്നിയതായിരിക്കുമെന്ന് കരുതി ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ക്യാബിൽ നിന്ന് വെളിയിൽ വന്ന് നോക്കി. ഞാൻ തന്നെ ചിന്തിക്കുകയുണ്ടായി, ഇവിടെ മലയാളികളായി ഞാൻ മാത്രമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. മാത്രവുമല്ല, മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നുമില്ല. ഈ സാഹചര്യത്തെ ഞാൻ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പക്ഷേ ടൈപ്പ് ചെയ്ത് തീർക്കേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ഞാനത് ഒരു വശത്തേക്ക് ആ ചിന്തകളെ മാറ്റിയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുവാൻ തുടങ്ങി. അതേ ശബ്ദം വീണ്ടും കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. ദൈവം എന്നോട് ചോദിച്ചു, നീ ബോംബെയിൽ വെച്ചെടുത്ത നിന്റെ തീരുമാനം എവിടെ? നീ എനിക്ക് വേണ്ടി ജീവിക്കാമെന്നും എൻ്റെ വേല ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ ആ തീരുമാനങ്ങൾ എവിടെ എന്നുള്ളതായ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് സത്യത്തിൽ വാക്കുകളില്ലാതെ വന്നു. ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവമേ, തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും ഒരു തീരുമാനത്തെ പുതുക്കി. അതിനുശേഷം ആ മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ഞങ്ങളുടെ അടുത്ത് ലക്ഷ്മി നഗറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന CV ജോയി എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററുമായി ചേർന്ന് ഹൗസ് വിസിറ്റിങ്ങിനും അതുപോലെ യോഗങ്ങൾ, ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുകയും അങ്ങനെ ഞാൻ അതോടൊപ്പം തന്നെ ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായി അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിനുമായി തിരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് സോവേഴ്സ് മിനിസ്ട്രി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ 1995 ജൂലൈ മാസം 7-ാം തീയതി ഞാൻ ഒരു ടീമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവിടുത്തെ ആ ബൈബിൾ കോളേജ് അധികൃതർ, ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിയുടെ ഭാഗത്തുള്ള ആൾക്കാരെന്നെ ചുമതലപ്പെടുത്തി. 2 നോർത്ത് ഈസ്റ്റിലെ പിള്ളേരും 2 ബംഗാളി പിള്ളേരും അതുപോലെ ഞാനുമായി അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയാണ് എൻ്റെ സുവിശേഷ വേലയുടെ ആരംഭ ഘട്ടമെന്ന് പറയുന്നത്. പാസ്റ്റർ, ഡൽഹിയിൽ എത്ര നാൾ സുവിശേഷ വേല ചെയ്തു? ഞാൻ ഡൽഹി UP കൂടെ 30 വർഷത്തോളം അല്ലേ? 30 വർഷത്തോളം. അപ്പോൾ ഈ 30 വർഷം പാസ്റ്റർ ചെയ്ത സുവിശേഷ വേലയിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ദൈവം അത്ഭുതകരമായി നടത്തിയ വഴികളെക്കുറിച്ചും അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിവരിക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡൽഹിയുടെ കിഴക്കൻ പ്രദേശമായ ന്യൂ അശോക് നഗർ എന്ന അർബൻ ഗ്രാമത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ അടുത്ത സ്ഥലമായ വസുന്ധര എൻക്ലേവ്, നോയിഡ, മയൂർ വിഹാർ ഫേസ് 1 തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങളുടെ സുവിശേഷ വേലയുടെ ആരംഭഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഞങ്ങൾക്ക് സപ്പോർട്ട് ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടും ആണ് സുവിശേഷ വേല ചെയ്തതെന്നും കൂടെ ഒന്ന്. അന്ന് ഞങ്ങൾ സുവിശേഷ വേല ചെയ്തിരുന്നത് സോവേഴ്സ് മിനിസ്ട്രി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ ചേർന്നാണ് സുവിശേഷ വേല തുടങ്ങിയത്. ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ തുച്ഛമായ ഒരു പണം മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കുവാനും ഞങ്ങളുടെ ചെലവിനും വേണ്ടിയുള്ളതായ പണം തികയില്ലായിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഗോസ്പൽ പാക്കറ്റ്. അത് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഇത് വീടുകൾ കയറിയിറങ്ങി അത് വിൽക്കുക. 1 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വീതം കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണമായിരുന്നു ഞങ്ങളുടെ ചെലവിന് വേണ്ടി ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഞങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണമില്ലാതെ വന്ന ഘട്ടങ്ങൾ ധാരാളമുണ്ട്. ഞങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റിൽ രാത്രി 10 മണിയാകുമ്പോൾ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ ആലു, അതായത് ഉരുളക്കിഴങ്ങ്, അതുപോലെ വെജിറ്റബിൾ എല്ലാം
മോശമായത് അവര് ചീഞ്ഞത് കളഞ്ഞിട്ടിട്ട് പോകാറുണ്ട്. എന്നാൽ അതെല്ലാം പെറുക്കിയെടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞിട്ട് അത് ഞങ്ങൾ കൊണ്ടുവന്ന് പുഴുങ്ങി അത് തൈരും ചേർത്ത് കഴിച്ച അനേക ദിനരാത്രങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ആ സമയത്ത് പാസ്റ്റർ വിവാഹിതനായിരുന്നു? ആ സമയത്ത് ഞാൻ വിവാഹിതനായിരുന്നില്ല. ഞാൻ 1996 വിവാഹം കഴിച്ചത്, നവംബർ 3-ാം തീയതി. അങ്ങനെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ കുടുംബസ്ഥരായി. ആ സ്ഥലത്ത് ഞങ്ങൾ നല്ല ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അതായത് ഹിന്ദി ആരാധനയാണ് ഞങ്ങൾ ആരംഭം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു ഹാളുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള സുവിശേഷ വിരോധികളോ മറ്റും ഇല്ലായിരുന്നു. അതോടൊപ്പം ക്യാമ്പസ് ക്രൂസൈഡുമായി ചേർന്ന് ഫിലിം മിനിസ്ട്രി, ജീസസ് ഫിലിം കാണിക്കുക, ഇങ്ങനെയൊക്കെ ആ ഗ്രാമത്തിൽ വളരെ നന്നായി വേല ചെയ്തിരുന്നു. അവിടെ ഡൽഹി ആയിരിക്കുമ്പോൾ തന്നെ അവിടെ കറണ്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കുടിക്കാനുള്ള വെള്ളം അത് ബോർവെല്ലിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. അത് നമുക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മോശമായ വെള്ളമായിരുന്നു. അങ്ങനെ രാത്രി കാലങ്ങളിൽ മാത്രമേ കറണ്ട് ഉണ്ടാവുകയുള്ളൂ. ഡൽഹി, UP തുടങ്ങിയ സ്ഥലങ്ങളിലെ കാലാവസ്ഥ നമുക്കറിയാം. അതിഭയങ്കരമായ ചൂട്. അത് ഞങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു റൂമാണുള്ളത്. ആ റൂമിനുള്ളിൽ അത് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യണം. അത് ഞങ്ങളുടെ ബെഡ്റൂമും ഞങ്ങളുടെ ലിവിങ് റൂമും എല്ലാം ആ ചെറിയൊരു മുറിയായിരുന്നു. അവിടെ വളരെ കഷ്ടപ്പെട്ട് ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ആ ഒരു മുറിയിൽ തന്നെയാണോ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്? ആരംഭത്തിൽ അതേ മുറിയിൽ തന്നെയായിരുന്നു. പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് 1000 രൂപയ്ക്ക് ഒരു ഹാള് കിട്ടി. അവിടെ ആരാധന നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷം കുട്ടികൾ പ്രായമായി വന്നു. അവരെ സ്കൂളിൽ ചേർക്കേണ്ടതായ ഘട്ടം വന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് മയൂർ വിഹാർ ഫേസ് 3 എന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആരാധന നടത്തുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ 2021 2021 സൗത്ത് അമേരിക്കയിലുള്ള പെറുവിൽ അവിടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ഒരു ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തിൽ അവിടെ പഠിപ്പിക്കാനും അവിടെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സഭ അത് രാജു മാത്യു എന്ന് പറയുന്ന പാസ്റ്റർക്ക്, ബോംബെയിലുള്ള രാജു മാത്യുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയുണ്ടായി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അതെ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിനെ തുടർന്ന് അമേരിക്കൻ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന ഈ മിഷൻ ഫീൽഡ് താൽക്കാലികമായി നിർത്തിവെക്കുകയും അവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇവർ US മിഷണറിമാരായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഡൽഹിയിൽ വന്ന് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നതായ AL സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററോട് ചേർന്ന് ചർച്ച് മിനിസ്ട്രി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ആ കർത്താവിൻ്റെ വേല, ചർച്ച് മിനിസ്ട്രി അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് 2010 ആയപ്പോൾ താൻ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് സെറ്റിലാവുകയും പതുക്കെ ആ സഭയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയായിത്തീരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു സൗത്ത് കൊറിയയിലുള്ള പോൾ പരീസ് എന്ന് പറയുന്ന ഒരു മിഷണറി കടന്നു വരികയും അദ്ദേഹവുമായി ചേർന്ന് എനിക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ക്യാമ്പസ് ക്രൂസൈഡുകാരുടെ റെഫറൻസിൽ അദ്ദേഹം എന്നെ തേടി വന്നു.
അവിടെ ബൈബിൾ സ്കൂൾ തുടങ്ങാം, നല്ല പ്രവൃത്തി ചെയ്യാം, അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയുണ്ടായി. അങ്ങനെ ഗ്രേറ്റർ നോയിഡയിൽ അദ്ദേഹവുമായി ചേർന്ന് മഹാമായ ഹൈവേയുടെ റൈറ്റ് സൈഡിലുള്ള 14 ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ 14 ഗ്രാമങ്ങളിൽ 4 ഗ്രാമങ്ങളിൽ ഒരു സഭയായി രൂപപ്പെട്ടു വരുവാനിടയായിത്തീർന്നു. അതുപോലെ ഗ്രേറ്റർ നോയിഡയിൽ YMCAയിൽ ഒരു മെയിൻ ചർച്ച് സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പിതാവിന് വാർദ്ധക്യസഹജമായ രോഗം കൂടുതലായി വന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരേണ്ടതായി വന്നു. ഞാൻ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊറിയക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാം ബേബി എന്ന് പറയുന്ന പാസ്റ്ററെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിനുശേഷം ഞാൻ കേരളത്തിൽ വന്നു. പക്ഷേ പിതാവിൻ്റെ രോഗാവസ്ഥ കൂടുകയും കുറഞ്ഞും ഇരുന്ന ഘട്ടമായതുകൊണ്ട് എനിക്ക് ആ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആ മിഷണറി എന്നോട് പറഞ്ഞത്, നീ ഇനി ഈ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ യഥാർത്ഥമായ കാര്യം എന്തെന്ന് എനിക്കറിയില്ല. എന്നാൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ സാം ബേബി അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും എനിക്ക് ആ മിഷണറി എന്നെ വിടുകയും അവിടെ നിന്ന് എനിക്ക് വിട്ടുപോരേണ്ടതായിട്ട് വന്നു. ഗ്രേറ്റർ നോയിഡയിൽ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികൾ അന്ന് പഠിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ വൈഫിന് ജോലിയില്ലാതിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടം. പലപ്പോഴും റൊട്ടി ഉണ്ടാക്കിയാൽ അതിന് സബ്ജി, അതായത് കറിയില്ലാത്തതായ സാഹചര്യം. വളരെ വിഷമിച്ച് ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം സബ്ജി മാർക്കറ്റിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഒരു 5 രൂപ എനിക്ക് വഴിയിൽ കിടന്നു കിട്ടുകയും അതുകൊണ്ട് ബിണ്ടി വാങ്ങിക്കൊണ്ട് വന്ന് കറി വെച്ച് പിറ്റേ ദിവസം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയ ചരിത്രങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായ സംഭവങ്ങളാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ചില മാസങ്ങൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളതായ കാത്തലിക് കന്യാസ്ത്രീമാരുമായി പരിചയപ്പെടുകയും അവരിൽ ഒരുവളായ സിസ്റ്റർ, അതായത് ആ സഹോദരിയുടെ പേര് ജലീൻ എന്നാണ്. ജലീൻ എന്ന് പറയുന്ന ആ സഹോദരി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് അവർക്കൊരു വിഷമം തോന്നി. ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഫാദർ അങ്ങനെ സ്കൂളിൽ അവിടെ രാവിലെയും വൈകിട്ടും ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഒരാളെ ആവശ്യമുണ്ട്, പാസ്റ്റർക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പളെ കണ്ടു. അതിനുശേഷം അവിടുത്തെ ഡയറക്ടറായ ഫാദർ കർവാലെ കണ്ടു. അത്ഭുതകരമെന്ന് പറയട്ടെ, അവിടെ ഞങ്ങളെ അവിടെ സ്വീകരിച്ചു. അവിടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊരു വലിയ ഹൈ സ്റ്റാൻഡേർഡുള്ളൊരു സ്കൂൾ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ദൈവം കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ അഡ്മിഷൻ തരികയും ഞാൻ അവിടുത്തെ ഹോസ്റ്റലിലെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരാളായിട്ടും എൻ്റെ വൈഫിന് നേഴ്സായിട്ടും ജോലി ലഭിച്ചു. എന്നാൽ അങ്ങനെ ചില നാളുകൾ കടന്നുപോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീമാരും ഒക്കെ ഞങ്ങളെ കാത്തലിക്സിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു പ്രവണതയുണ്ടായി. കാരണം എൻ്റെ വൈഫ് കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ അതുപോലെ ഞങ്ങൾ പെന്തിക്കോസുകാരായിരിക്കുന്നത് കൊണ്ടും ഞങ്ങളോട് മറ്റു പലർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാനുള്ള അവസരമുണ്ടായിരുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ വന്നതുകൊണ്ട് അവസാനം അവിടെ നിന്ന് ഞങ്ങൾക്ക് പോരേണ്ടതായി വന്നു. എന്നാൽ ദൈവഹിതമെന്ന് പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും +2 വരെ അവിടെ പഠിക്കുവാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യം
കർത്താവ് ഒരുക്കി. ഫീസ് കൺസെഷൻ നൽകി കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുവാനുള്ള വലിയൊരു കൃപ കർത്താവ് ഒരുക്കുവാനിടയായി തീർന്നു. അവിടെ നിന്ന് ഞങ്ങൾ അതേ ഈ നോയിഡ സെക്ടർ 62-ൻ്റെ സമീപ പ്രദേശമായ ഇന്ദിരാപുരത്തേക്ക് മാറി താമസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇന്ദിരാപുരത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേല ആരംഭിച്ചു. അത് ഈ 2015 മുതലാണ് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കിയത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നന്നായി പോയി വന്നു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒറ്റയ്ക്കുള്ളതായ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും അവിടെയുള്ളതായ IPC UP സ്റ്റേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുവാനിടയായി തീർന്നു. അങ്ങനെ ഏകദേശം 20-25 ആൾക്കാരോളം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ ദൈവഭാഗത്ത് വന്ന് അവിടെ കൂട്ടായ്മകൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന കാലഘട്ടത്തിൽ 2022 ഒരു ദിവസം സൺഡേ ആരാധന നടക്കുന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ 2 സൺഡേ ആരാധന നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളെ ജയ് ശ്രീരാം വിളിച്ച് ഞങ്ങൾ ആരാധന നടത്തുന്ന സ്ഥലത്തേക്ക് കയറി വരികയും ഞങ്ങളെ വളരെ ബാഡായിട്ട് വളരെ മോശമായ രീതിയിൽ ഞങ്ങളെ ദേഹോപദ്രവം ചെയ്യുകയും അതുപോലെ ഞങ്ങളെ അവിടെ നിന്ന് ആ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ അന്നേ ദിവസം തന്നെ ഇറക്കി വിടുകയും ചെയ്തു. മാത്രവുമല്ല അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ, അതുപോലെ പാട്ടുപുസ്തകങ്ങൾ, സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ ഇവയെല്ലാം വലിച്ചു കീറി കളഞ്ഞു. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയുവാൻ വയ്യാതെ വളരെ വിഷമിച്ച ഒരു സമയമായിരുന്നു. ഈ ഘട്ടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി മുന്നോട്ടുള്ള വേല എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ ഈ സുവിശേഷ വിരോധികൾ പാസ്റ്ററുടെ സഭയിൽ കടന്നു വന്ന് ആക്രമണം നടത്തിയല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? അവർ എപ്പോഴാണ് വന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ ഉപദ്രവിച്ചത്, എന്തൊക്കെ സാധനങ്ങൾ അവർ നഷ്ടപ്പെടുത്തി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിലാണ്, വളരെ തണുപ്പുള്ള ഒരു സമയം. ആ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊരു 30-35 ആളുകളോളം ജയ് ശ്രീരാം വിളിച്ച് ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നു. ഞങ്ങളോട് എല്ലാവരെയും ഇവിടെ ആരാധന പറ്റില്ല, മതപരിവർത്തനം നടത്തുകയാണ്, ഇതിവിടെ നടക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ ആരാധിക്കാൻ പാടില്ല, ഇവിടെ താമസിക്കാൻ പാടില്ല, എത്രയും വേഗം ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. എന്നോട്ട് ഒരു അടി വെച്ച് തന്നു. അതിനുശേഷം അവരുടെ കയ്യിലുള്ള വലിയ വടി വെച്ച് ഒരുവൻ എന്നെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെ അതിനെ തടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇങ്ങനെ എന്നെ അടിച്ചപ്പോൾ എൻ്റെ ഭാര്യ അതിൻ്റെ ഇടയ്ക്ക് കയറുകയും എൻ്റെ ഭാര്യയെ തള്ളി താഴെ ഇടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 2-3 പേര് ദേഹോപദ്രവം ഏൽക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ ഇന്നും ശരിക്കും ഓർക്കാൻ പോലും വയ്യാത്തതായ ഹൃദയസ്പർശിയായ സംഭവമാണ്. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭയത്തോടു കൂടി മാത്രമേ അത് സ്മരിക്കുവാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നീട് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അവിടുന്ന് ആ പ്രാർത്ഥന സ്റ്റോപ്പായി, പിന്നീട് എന്തു ചെയ്തു? അതിനുശേഷം ഞാൻ ഇങ്ങനെ 3 ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം തന്ന ഒരു ദർശനം എന്ന് പറയുന്നത്, ഹിന്ദിക്കാർക്ക് വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ടു, ഇത്രയും നാൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്തു. മലയാളികളായിരുന്നെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. കാരണം റിക്ഷാപ്പിള്ളേഴ്സും അതുപോലെ വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളും സ്ത്രീകളും അവരുടെ കുടുംബങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ വിശ്വാസികളായിട്ടുള്ളവർ. അവർ സ്തോത്രകാഴ്ച ഇടുന്നത് 2 രൂപ 5 രൂപ. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. 10 രൂപയിൽ കൂടുതലേ ഒരു സ്തോത്രകാഴ്ച പോലും ലഭിക്കുകയില്ല. ഒരു ഞായറാഴ്ച പോലും നമുക്കൊരു 500 രൂപ തികച്ച് സ്തോത്രകാഴ്ച കിട്ടാത്തതായ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ
ഹിന്ദി കുറച്ചൊക്കെ വായിക്കുവാനും പഠിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ഉള്ള കൃപ തന്നല്ലോ. എങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം തന്ന ഒരു ദർശനമെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വന്ന് അതെ ഇവിടെ ഹിന്ദിക്കാർക്ക് വേണ്ടി ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കുക. ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷ തൽപരരായിരിക്കുന്ന ഹിന്ദിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ബേസിക് ആയിട്ടുള്ള ബൈബിൾ അധ്യയനം നടത്തി മടക്കി അവരുടെ ദേശത്തേക്ക് വിട്ടാൽ നമ്മൾ അവിടെ പോയി ചെയ്യുന്നതിനേക്കാൾ വളരെ ശാന്തമായി വളരെ നല്ല രീതിയിൽ കർത്താവിനെ സാക്ഷീകരിപ്പാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനുമുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ ട്രെയിനിന് അതെ 2022 മെയ് മാസത്തിൽ അവിടെ നിന്ന് 5-ാം തീയതി അവിടെ നിന്ന് കേരളത്തിലേക്ക് പോരുകയുണ്ടായി. കേരളത്തിലേക്ക് പോരുമ്പോൾ എനിക്ക് സത്യത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. കാരണം കേരളത്തിൽ വന്നാൽ താമസിക്കാൻ ഒരു സ്ഥലമില്ല. ഇവിടെ എൻ്റെ വീട്ടുകാരും സഹോദരന്മാരും ഒക്കെ അവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതായ ഒരു ഘട്ടം. എന്തു ചെയ്യുമെന്നുള്ള ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിലിരിക്കുന്ന സമയത്ത് ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ചങ്ങനാശ്ശേരിയിലുള്ള ജോൺ ജോസഫിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ എത്തുന്നത്. അന്ന് അവിടെ താമസിച്ചു. അതിനുശേഷം മനോജ് എന്ന് പറയുന്ന നേരത്തെ ഡൽഹിയിൽ താമസിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പാസ്റ്ററാണ് മനോജ് മാത്യു. അദ്ദേഹത്തോട് ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് വരിക, ആരാധനയ്ക്ക് ശേഷം ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഫോൺ നമ്പർ തന്നു. അതായത് എറണാകുളത്ത് പുത്തൻകുരിശിലുള്ള ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ എന്ന ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായിരിക്കുന്ന ജേക്കബ് മത്തായിയുടെ ഫോൺ നമ്പർ ആയിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പാസ്റ്റർ എനിക്ക് ആവശ്യമുണ്ട്, ഇവിടെ താമസിച്ച് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ കർത്താവിൻ്റെ വേല ചെയ്ത് അതായത് കുട്ടികളെ പഠിപ്പിച്ച് ചില നാളുകൾ കടന്നുപോയി കഴിഞ്ഞപ്പോൾ മത്തായി സാറിൻ്റെ പഴയകാല ഉപദേശങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് യേശു ദൈവമല്ലെന്നും യേശു ദൈവപുത്രൻ മാത്രമാണെന്നും യഹോവയാണ് ദൈവമെന്നും എന്നൊക്കെയുള്ള ചില ഉപദേശ പെശകുകളുണ്ടായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനെയുള്ളതായ സ്ഥലത്താണോ എന്നെ എത്തിച്ചത്? ഞാൻ ജനിച്ച നാൾ മുതൽ അറിയുന്നത് യേശു ദൈവമാണെന്നും ആ ദൈവമാണ് എന്നെ രക്ഷിച്ചതെന്നും ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, ആ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപദേശക്കാരുടെ മധ്യത്തിലായല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഒരു ബൈബിൾ സ്കൂളുണ്ട്. ബി സ്കൂളാണ് എന്നാണ് അവർ പറയുന്നത്. അതെ, അങ്കമാലിയിൽ കറുകുറ്റിയിലുള്ള ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാനും അവിടുത്തെ ഇൻചാർജായിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ദൈവത്തോട് തീർച്ചയായിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ദൈവത്തോട് ആലോചനകൾ ചോദിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ദർശനം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി പ്രവർത്തിക്കുക. അതായത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കുക, അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിലുള്ള ഈ ലേബേഴ്സ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക. ഈ ഉദ്ദേശത്തെ ലക്ഷ്യമാക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിൽ പെരുവയ്ക്കടുത്ത് കാരിക്കോട്ട് ഒരു 10 സെന്റ് സ്ഥലം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ഏക ആഗ്രഹവും അഭിലാഷവും ദർശനവും ഇതാണ്, ആ സ്ഥലത്ത് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. അതായത് അവിടെ ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കുക, അതുപോലെ തന്നെ ഹിന്ദി മലയാളം ആരാധനകൾ തുടങ്ങുക, ഇത്യാദി കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ്, കേരളത്തിൽ ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി. പക്ഷേ അതിന് അങ്ങനെ ഒരു
പ്രവർത്തനം തുടങ്ങുവാനുള്ള സാമ്പത്തികം ഒരു പണം പോലും എൻ്റെ കൈവശമില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് എനിക്ക് ആ സ്ഥലത്ത് താൽക്കാലികമായൊരു ഷെഡ് വയ്ക്കുക, ആ ഷെഡിൽ വെച്ചിട്ട് അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ചില നാളുകളായി ഞാനിപ്പോൾ കേരളത്തിലായിരിക്കുകയാണ്. പാസ്റ്ററുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ദിവസത്തെ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നത്? ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ചകളിലും പരസ്യയോഗത്തിനായി കടന്നു പോകും. പരസ്യയോഗത്തിനായി കടന്നു പോകുമ്പോൾ തന്നെ സ്വന്തമായ ഒരു മൈക്ക് സെറ്റ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരു മൈക്ക് സെറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഹിന്ദിക്കാർ ലേബേഴ്സ് താമസിക്കുന്ന ഇടങ്ങളിൽ കടന്നു ചെന്ന് അവരെ യേശുവിനെ കുറിച്ച് പറയുന്നു. അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉപവാസ പ്രാർത്ഥനകളും മറ്റ് മീറ്റിങ്ങുകളും സമയമുള്ളതുപോലെയും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പാസ്റ്ററെ വഴി നടത്തി എന്ന് പറയത്തക്ക സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളൊന്ന് വിവരിക്കാമോ? അത്ഭുതകരമായി വഴി നടത്തിയത് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റർ നോഡയിലായിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള വലിയ ആശങ്കയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് വിചാരിച്ചു ഒക്കെ വിഷമിച്ചിരുന്ന ഘട്ടത്തിലാണ് ഫാദർ ആഗ്നേൽ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഞങ്ങൾക്ക് ഒരു പ്രവേശനം ലഭിച്ചത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് 12 ക്ലാസ് വരെ അവിടെ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുപോലെ ഇപ്പോൾ എൻ്റെ 2 കുട്ടികളും അത് MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ തന്നെ മോന് ചെറിയ ഒരു ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതുമൊക്കെ. ഓക്കെ. ഇനി പാസ്റ്ററുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊതുജനത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ടുണ്ടോ പാസ്റ്ററുടെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട്? എനിക്ക് ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം തന്നതായ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു ഷെഡ് വയ്ക്കണം, അവിടെ കിണർ കുഴിക്കണം, അത് മതിൽ കെട്ടണം, ഇങ്ങനെയൊക്കെ ഉള്ളതായ ആവശ്യങ്ങൾ ഈ സ്ഥലത്തിനോടുള്ള അനുബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കണം. അതുപോലെ എനിക്ക് കിണർ കുഴിക്കുക, വെള്ളത്തിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തുക, ഗവൺമെൻറ്റിൽ നിന്നുള്ള കറണ്ട് കിട്ടേണ്ട തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻസൊക്കെ മേടിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ജനങ്ങളെ ഇന്നും നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ പല ഗ്രാമങ്ങളിലും യേശുവിനെ കുറിച്ച് അറിയാത്തവരും ആ നാമം പോലും കേൾക്കാത്തവരുണ്ട്. അവരെ നേടണമെങ്കിൽ നമുക്ക് അവിടെ പോയി UP പോലെയുള്ളതായ സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുള്ള ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവരിക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ തിരിച്ചു വിടുക, അങ്ങനെ നോർത്ത് ഇന്ത്യയെ സുവിശേഷീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. പാസ്റ്റർ, ഇപ്പോൾ ഈ ഹിന്ദി ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് ഏതൊക്കെ രീതിയിലാണ് പാസ്റ്റർ ഇപ്പോൾ ഈ ഹിന്ദി ആളുകളുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ? ഹിന്ദി ആളുകളുടെ ഇടയിൽ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ജീസസ് ഫിലിമിന്റെ പ്രൊജക്ടർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഇവിടെ ഹിന്ദി ആളുകളുടെ ഇടയിൽ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകളോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് പാസ്റ്റർക്ക് സാധിക്കുമല്ലോ. പാസ്റ്റർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒരു 6 മണി 7 മണിക്ക് ഇടയിൽ പോയി പരസ്യയോഗം നടത്താൻ പറ്റും. ഞങ്ങൾ ഇവിടെ എറണാകുളം ജില്ലയിൽ ചില ഗ്രാമങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പറ്റില്ല, ഇവിടെ പെരുമ്പാവൂര് രാവിലെ പോയി പല പ്രാവശ്യം ഞങ്ങൾ ഹിന്ദിയിൽ പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. അതുപോലെ പരസ്യയോഗം നടത്തുക,
അതുപോലെ ഇവർ വരുന്നത്, ജോലി കഴിഞ്ഞ് വരുന്നത് 6 മണി കഴിയും അവർ ക്യാമ്പിലെത്തുമ്പോൾ. ആ സമയത്ത് അവിടെ ചെന്ന് ഞങ്ങൾ അവരെ പരിചയപ്പെടുകയും ആദ്യം അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം യേശുവിനെക്കുറിച്ച് പറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ലഘുലേഖകളും ന്യൂ ടെസ്റ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത്, അത് ഞാൻ പുത്തൻകുരിശിലായിരുന്ന സമയത്തുമൊക്കെ വേരിക്കോലി, പുത്തൻകുരിശ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള വേലകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് അവരുടെ അടുത്ത് എത്തി അവരുടെ സമയത്ത് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് വാഹനം ആവശ്യമാണ്. കാരണം ഇവിടെ ഈ ഗ്രാമങ്ങളിലൊക്കെ 7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോഴും നമുക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അവിടെ ചെന്ന് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് മടങ്ങുമ്പോൾ എങ്ങനെ ആയാലും ഒരു 8-9 മണിയൊക്കെ ആകും. ആ സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാനുള്ള വാഹനം ആവശ്യമാണ്. ഒരു ടീം വർക്ക് ചെയ്യുവാൻ ഞങ്ങൾക്ക് വാഹനം ആവശ്യമാണ്. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏതായാലും 30 വർഷം പാസ്റ്റർ ഡൽഹിയിൽ വളരെ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്തു. പീഡനങ്ങളുണ്ടായി, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. ഇനി പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ അനുഭവസാക്ഷ്യമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് അനുഭവസാക്ഷ്യമായിട്ട് പറയാൻ, എനിക്ക് ഒരു വീടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സ്വന്തമായ ഒരു ഭവനമില്ല. ഒരു ഭവനം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളും വിവാഹപ്രായം എത്തിയവരാണ്. മോളുടെ വിവാഹം അടുത്ത വർഷം നടത്തണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മോൻ്റെ വിവാഹം, ഇവരുടെ 2 പേരുടെയും വിവാഹം നടക്കണം. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനമുണ്ടാകണം. ഇത്യാദി കാര്യങ്ങൾക്കാണ് ഞങ്ങളുടെ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ. ഞങ്ങൾക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. ഹിന്ദിക്കാരുടെ ഇടയിലായതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ എനിക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായ വസ്തുതയുണ്ട്. എനിക്ക് ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബപരമായി ഒന്നുമില്ല, ഒന്നും കിട്ടാനില്ല. പിന്നെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നു. ജീവിതാന്ത്യത്തോളം ലഭിച്ച ദർശനത്തോടൊന്നിച്ച് അത് ചെയ്ത് മരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, എന്തായാലും പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ മിനിസ്ട്രിയെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾ ഈ പ്രിയ കർത്താവിൻ്റെ ദാസനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും അതോടൊപ്പം തനിക്ക് ഇപ്പോൾ പരസ്യയോഗത്തിന് പോകാനായിട്ട് ഒരു മൈക്കിൻ്റെ ആവശ്യകതയുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകൾ, ഈ വീഡിയോ കേൾക്കുന്നവർ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പാസ്റ്ററുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് കസ്റ്റഡി അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ഉപദ്രവമേൽക്കുകയും ചെയ്ത ഒരു ദൈവദാസനാണ്. തൻ്റെ ആയുസ്സിൽ ഈ 30 വർഷക്കാലം സുവിശേഷ വേല ചെയ്തിട്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്ത ഒരു ദൈവദാസനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഗോസ്പൽ TV എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.